ആ ഒരു ഡ്രസ്സിങ്ങിലും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് ഒരു ഘടകം തന്നെയാണ്. അതെ, ഇതാണിപ്പോ ബോബി ചെമ്മണ്ണൂരിനെ പറ്റി പാർവതിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ബോബി ചെമ്മണ്ണൂരും ഹണി റോസുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ നമുക്കിപ്പോ എവിടെ നോക്കിയാലും. ജസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോയപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ ഹണി റോസ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. ഈ ഒരു സംഭവം അറിഞ്ഞപ്പോൾ പാർവതിക്ക് എന്താണ് തോന്നിയത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. കാരണം ഒരു വർഷം മുൻപ് നടന്ന കാര്യത്തിൽ അന്ന് പുറത്തു വന്ന വീഡിയോസിലെല്ലാം ചിരിച്ച് സന്തോഷിച്ചത് കേൾക്കുമ്പോൾ താങ്ക് യു എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി ഒരു വർഷത്തിന് ശേഷം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് കൊടുത്തു എന്നുള്ളത് അറിയില്ല. പുറകെ നടന്ന് ശല്യം ചെയ്തെന്നോ കമന്റ് പറഞ്ഞോ എന്തൊക്കെ പറഞ്ഞാണ്. അവർ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അതായിരിക്കും ഇങ്ങനെ ഒരു കേസിലേക്ക് പോയത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. ഈ ബോച്ചി എന്ന് പറയുന്ന വ്യക്തി ഞാൻ ന്യായീകരിക്കാനുമില്ല. കാരണം ബോച്ചി എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചാലും ഇന്റർവ്യൂസിനകത്താണെങ്കിലും ഡബിൾ മീനിങ്ങിലുള്ള വാക്കുകൾ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എന്തായാലും പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാറുണ്ട്. പൊതുവെ സ്ത്രീകളെ, അതിപ്പോൾ സ്ത്രീകളെ അവഹേളിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. കാരണം ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മോസ്റ്റ്ലി കുറച്ച് പേർക്കെങ്കിലും ഒരു ഫീൽ ആവും, മോശമായിട്ട് തോന്നും. ചില ആൾക്കാർ, ഞാൻ ആങ്കേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് ബോച്ച ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് പറയുമ്പോൾ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് അവര് വലിയ കാര്യത്തിൽ എടുക്കാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആൾക്കാർ പുള്ളിക്കാരൻ ഇങ്ങനെ പ്രോത്സാഹനം കൊടുത്തത് കൊണ്ടാവും പുള്ളിക്കാരൻ ഇങ്ങനെ ഇതുപോലെ ആയത് എന്ന് പറയാം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള വാക്കുകൾ ആൾക്കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് രാഹുൽ ഈശ്വർ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഘടകമായിട്ട് എടുക്കാം. ഇപ്പം നമുക്കൊരു ഡ്രസ്സിങ് നമ്മുടെ കാണുന്നവർക്കും ഇതായിട്ടൊക്കെ അൺകംഫർട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഒഴിവാക്കിയില്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കാൻ വേണ്ടി നമ്മൾ വില്ലിങ് ആയിരിക്കണം. എന്നാൽ ഹൈക്കോടതി ഉത്തരവുണ്ട്, സുപ്രീം കോടതി ഹൈക്കോടതി എന്തായാലും പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളുടെ വേഷത്തിനെ, അവർ ധരിക്കുന്ന വേഷത്തിനെ വെച്ചുകൊണ്ട് ഒരിക്കലും അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവത്തെ പറയാൻ പാടില്ല എന്നൊരു നിയമം പോലും വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ അപ്രിയമാണ് എങ്കിൽ പോലും പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ഘടകമാണ് ആ ഒരു ഡ്രസ്സിങ്ങിലും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് ഒരു ഘടകം തന്നെയാണ്. അതെ, ഇതാണിപ്പോ ബോബി ചെമ്മണ്ണൂരിനെ പറ്റി പാർവതിക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അവര് എന്താണ്, ഒരുപാട് ആൾക്കാർ അറിഞ്ഞു ഹണി റോസിനെയൊക്കെ ടിവിയിൽ. ഇപ്പൊ സിനിമയൊന്നും ഇല്ല പുള്ളിക്കാരിക്ക്. കാരണം ഇവരൊക്കെ തമ്മിൽ ഓടൊക്കെ ഉണ്ടാവും, ഇവര് പിന്നെയും യോജിക്കും. ഇവരുടെ ഇടയിലുണ്ടായ ശരിക്കുള്ള ഇഷ്യൂസ് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ കൂടുതലും നമ്മളെ പെർസ്പെക്റ്റീവിൽ നിന്ന് കാണുന്നു, അഭിപ്രായം പറയുന്നു. പിന്നെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ യൂണിവേഴ്സിൽ നടക്കട്ടെ, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് പാർവതി ഇത്രയും നേരം വിളമ്പിയത്? എന്തിനാണ് എന്നോട് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്? അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൻസർ എനിക്ക് പറയേണ്ടി വന്നത്. ജയൻ, താങ്കൾ അത് മനസ്സിലാക്കൂ.